ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയ്ക്ക് നമ്മൾ താൽക്കാലികമായിട്ടാണെങ്കിലും അഭയം കൊടുത്തിരിക്കുകയാണ്. എന്ന് വിട്ടുകൊടുക്കും എന്നൊന്നും പറയുന്നില്ല. ഹസീനയുടെ അടുത്ത പരിപാടി നമുക്കറിയില്ല. പക്ഷെ അതിനിടയ്ക്ക് ഇവർ 200ഓളം ആളുകളുടെ മരണത്തിന് ഇരയാക്കിയ ആളെന്ന പേരിൽ 40-50 കേസുകൾ ഹസീനയുടെ പേരിലുണ്ട്. അവരിപ്പോൾ വിട്ടുകിട്ടാൻ വേണ്ടി മുഹമ്മദ് യൂനിസ് തന്നെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ പെറ്റീഷൻ കൊടുക്കുന്നതിനെക്കുറിച്ച് കരീം എ ഖാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ ഒറിജിനുള്ള പ്രോസിക്യൂട്ടറെ സമീപിച്ചു എന്നുള്ളൊരു വാർത്ത, അയാളുമായിട്ട് ചർച്ച നടത്തി എന്നുള്ള വാർത്ത വരുന്നു. ഇത് ഇന്ത്യയുമായുള്ള ബന്ധത്തെ ബാധിക്കുമോ? നമ്മൾ ഹസീനെ വിട്ടുകൊടുക്കേണ്ടി വരുമോ? ഹസീനെ വിട്ടൊന്നും കൊടുക്കേണ്ടി വരില്ല. ഈ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ ആരും വകവയ്ക്കാറില്ല. അപ്പോൾ അവരുടെ വലിയൊരു വിധിയൊക്കെ വന്നു ഇസ്രായേലിനെതിരെ. ഇസ്രായേൽ മൈൻഡ് ചെയ്തില്ല. ഇസ്രായേൽ കോടതി പോയി പോലുമില്ല. ഗാനയാണ് ഇസ്രായേലിനെതിരെ പരാതിയുമായിട്ട് പോയത്. അത് ഹിയറിംഗ് ഒക്കെ നടത്തി ഇസ്രായേൽ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചു, വാർ ക്രൈം എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമൊക്കെ വെച്ച് വലിയ വിധിയൊക്കെ പുറപ്പെടുവിച്ചു. ഇസ്രായേൽ മൈൻഡ് ചെയ്തില്ല, കഴിഞ്ഞു. ഇതുപോലെ ഷേഖ് ഹസീനയെ വിട്ടുകൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വാദിക്കും. അവിടെ നടന്ന സകല കൊലപാതകങ്ങളുടെയും ഉത്തരവാദി ഷേഖ് ഹസീനയാണ്. കൊലപാതകയെ ഞങ്ങൾക്ക് വിട്ടുതരണം, എക്സ്ട്രഡിഷൻ ട്രീറ്റിയുണ്ട്, തേങ്ങയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാദിക്കും. ചിലപ്പോൾ വിധിയും മേടിക്കും. പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യില്ല. നമ്മളെ സമയത്തോളം ഇത് കൂടാതെ ഇൻ്റർനാഷണലി വേറൊരു ഉടക്കുണ്ട്, പൊളിറ്റിക്കൽ അസൈലം. ഒരാൾ രാഷ്ട്രീയ അഭയം തേടിക്കഴിഞ്ഞാൽ അയാൾക്കത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ മറ്റേ രാജ്യത്തിന് തിരിച്ചു കൊടുക്കാൻ പ്രയാസമാണ്. അതിന് വേറെ കൺവെൻഷൻ സംഗതിയൊക്കെ ഉണ്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് എ കോംപ്ലിക്കേറ്റഡ് കേസ്. നമ്മൾ കൊടുക്കില്ല എന്ന് തീരുമാനിച്ചാൽ കൊടുക്കില്ല, അത്രയേ ഉള്ളൂ. വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിലും പണ്ടേ ദലൈലാമയെ കൊണ്ട് ചൈന പോകുമായിരുന്നല്ലോ, പോയില്ലല്ലോ. ചൈന പിന്നെ ഇൻ്റർനാഷണൽ കോർട്ടിലൊന്നും പോകാറൊന്നുമില്ല, മൈൻഡ് ചെയ്തില്ല. നമ്മൾ ബോൾഡായിട്ട് ദലൈലാമ ഇപ്പോഴും ടിബറ്റിൻ്റെ അധിപനാണ്. അതെ, ടിബറ്റ് ഇൻ എക്സൈൽ പ്രവാസ സർക്കാരാണ്. പ്രവാസ സർക്കാരാണ് ദലൈലാമയുടെ. അപ്പോൾ അത് നമ്മൾ അനുവദിക്കുന്നതാണ്. അതുപോലെ ഷെയ്ഖ് ഹസീനയും നമ്മൾ വിട്ടു കൊടുക്കില്ല എന്ന് തീരുമാനിച്ചാൽ കൊടുക്കില്ല, കൊടുക്കുമായിരിക്കും. അതേസമയം എന്തിന് ഈ ബാധ്യത ചുമക്കണം എന്ന് വിചാരിച്ചിട്ട് കൊടുത്താൽ പോക്കാണ്. പക്ഷെ കൊടുത്താൽ അവർ കൊന്നുകളയും, ഉറപ്പാണ്, ഉറപ്പായിട്ട് കൊന്നുകളയും. അല്ല, അതിന് ഇന്ത്യ അല്ലെങ്കിൽ നരേന്ദ്രമോദി തയ്യാറാവുമോ? തയ്യാറാവാൻ സാധ്യത കുറവാണ്. സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. കൊടുക്കില്ല. മാത്രമല്ല ICJ ഇതൊക്കെ ഓരോ ഫോറമാണെന്ന് ഇൻ്റർനാഷണലി. നമ്മൾ അത് അംഗീകരിക്കുകയാണെങ്കിൽ അംഗീകരിക്കും, ഇല്ലെങ്കിൽ ഒന്നുമില്ല. അവർക്ക് നമ്മളെ ശിക്ഷിക്കാനുള്ള മെക്കാനിസം ഒന്നുമില്ല. അതാണ്, നമ്മളൊരു സോവറിൻ കൺട്രി ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റും. പക്ഷെ അത് ബംഗ്ലാദേശിലുള്ള നമ്മുടെ ഹിന്ദുക്കൾക്ക്, ന്യൂനപക്ഷങ്ങൾക്കൊക്കെ ഒരു തിരിച്ചടിയാവത്തില്ലേ അങ്ങനെ ചെയ്താൽ? ന്യൂനപക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ തിരിച്ചടിയാണില്ല. ബംഗ്ലാദേശ് ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളുടെ തിരിച്ചടി ഇത് എന്ന് തുടങ്ങിയതാണെന്നറിയാമോ? 1946 ജിന്നയുടെ ഡയറക്റ്റ് ആക്ഷൻ. അന്ന് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് അടികിട്ടി, അവർ ഭാരതത്തിലേക്ക് വന്നു. 47 ഓഗസ്റ്റ് 15 അതിന് തൊട്ട് മുമ്പായിട്ടൊക്കെ പാർട്ടീഷൻ നടന്നില്ല. ആ സമയത്ത് അടികിട്ടി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. 62 അവിടെ വലിയ കലാപമുണ്ടായി, ആ സമയത്ത് തിരിച്ചു വന്നു. 71 ബംഗ്ലാദേശ് യുദ്ധമുണ്ടായി, ആ സമയത്ത് തിരിച്ചു വന്നു. അങ്ങനെയാണ് ഈ 33% ഉള്ളത് ഇപ്പോൾ 8-9% അവർ നിൽക്കുന്നത്. അവരുടെ ദുരിതത്തിനും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവരെന്നും ദുരിതത്തിലായിരിക്കും, ഇപ്പോഴും ദുരിതത്തിലാണ്. അങ്ങനെയുണ്ടെങ്കിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ അല്ലെങ്കിൽ മറ്റു ന്യൂനപക്ഷ ക്രിസ്ത്യാനി ഉൾപ്പെടെ ഉള്ളവരെ നമുക്ക് സ്വീകരിച്ചുകൂടെ? നമുക്ക് സ്വീകരിക്കാം. അതാണ് CAA. പക്ഷെ അത് ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ള ആപ്ലിക്കേഷൻസ് അല്ല. അതിന് മുമ്പ് തന്നെ നമ്മളിവരെ സ്വീകരിക്കുന്നുണ്ട്. ബംഗ്ലാദേശ് യുദ്ധം 71 നടക്കുമ്പോൾ സുനിലിന് ഓർമ്മയുണ്ടോ, 5 പൈസയുടെ സ്റ്റാമ്പ് ഇറക്കിയില്ല? ഓർമ്മയില്ല. സ്കൂളിലൊക്കെ എല്ലാവരും 5 പൈസയുടെ സ്റ്റാമ്പ് വാങ്ങണം നിർബന്ധമായിട്ട്. ക്ലാസ്സിലെ അധ്യാപകർ വിതരണം ചെയ്തു. അത് ബംഗ്ലാദേശിൽ നിന്ന് വന്ന അഭയാർത്ഥികൾക്കുള്ള സംഭാവനയാണ്. 5 പൈസയുടെ ഒരു സ്റ്റാമ്പ്. അങ്ങനെ ആ സ്റ്റാമ്പ് ഞാനും ഒക്കെ മേടിച്ചിരുന്നു. 4-5 സ്റ്റാമ്പ് മേടിച്ചു, കയ്യിലുള്ള പോലെ. 10 പൈസയ്ക്കാണെങ്കിൽ 2 മേടിക്കാം.
അങ്ങനെ ആണ് ബംഗ്ലാദേശിലെ അഭയാർത്ഥികളെ പരിപാലിച്ചത്. ബട്ട് ഈ അഭയാർത്ഥികൾ ഈ നെഹ്റുവിൻ്റെ കാലം മുതലുണ്ടല്ലോ, റെഫ്യൂജി എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, മൈഗ്രൻ്റ് എന്നാണ് ഉപയോഗിച്ചിരുന്നത്. നെഹ്റുവിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു, വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് വരുന്നവർ വേണമെങ്കിൽ വന്നോട്ടെ, ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് വരണ്ട. ഇത് പറഞ്ഞാൽ മഹാമോശമാണ്. നെഹ്റുവിന് ഈ കറുത്ത ഹിന്ദുക്കളെ ഇഷ്ടമല്ല. അങ്ങനെയുണ്ടോ ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ? മറ്റത് പഞ്ചാബി വെളുത്ത് തുടുത്ത് നല്ല ഹൈറ്റൊക്കെയുള്ള സുന്ദരന്മാരില്ലേ, പഞ്ചാബികൾ, പഠാൻ, ഈ വംശജരൊക്കെ നോക്കിയോ, നല്ല സ്റ്റൈലായിരിക്കും അവരെ കാണാൻ. അതിൻ്റെ ഉദാഹരണമാണ് ഇമ്രാൻഖാൻ, പഞ്ചാബി മുസ്ലിം. അല്ല, അതിനകത്ത് ഇത് ഈ നിറം മാത്രമാണോ അതോ മുസ്ലിങ്ങൾ വന്നാൽ മതി ഹിന്ദുക്കൾ വരണ്ടെന്നാണോ? അല്ല, ഹിന്ദുക്കളോട് പൊതുവേ നെഹ്റുവിനോടൊരു വിരോധമുണ്ട്. അതിൽ ഇതും ഉണ്ടായിരുന്നു, നിറം. ബംഗ്ലാദേശികളൊക്കെ നോക്കിയോ, പൊക്കം കുറഞ്ഞ് കറുത്തവരാണ്. ലുക്കറ്റ് മമതാ ബാനർജി, ഒരു സൗന്ദര്യവുമില്ലാത്ത കറുത്ത പൊക്കം കുറഞ്ഞ സ്ത്രീയാണ് മമതാ ബാനർജി. ജ്യോതി ബസു മെലിഞ്ഞ് പൊക്കം കുറഞ്ഞ് വെളുത്തിട്ടാണ്, പക്ഷെ അങ്ങനെ ഈ ഒരു പഞ്ചാബി വെളുപ്പല്ല. അവരെല്ലാവരും നോക്കി പൊക്കം കുറഞ്ഞവരാണ്, കറുത്തവരാണ്. ബംഗാൾ, ഒറീസ, തമിഴ്നാട് തടിയന്മാരൊക്കെയാണ്, വേറൊരു ടൈപ്പ് കറുപ്പാണ് അവരുടെ, മലയാളികളുടെ കറുപ്പ്. ഏതായാലും നെഹ്റുവിന് ഈ കറുത്ത ഹിന്ദുക്കൾ, കറുത്ത ബംഗാളി, ബംഗ്ലാദേശി വരണ്ട. അതുകൊണ്ട് നമ്മൾ റെഫ്യൂജി എന്ന് വിളിച്ചില്ല, മൈഗ്രൻ്റ് എന്ന് വിളിച്ചു തുടങ്ങി. അത് മാറിയിട്ട് അവരെ താമസിപ്പിച്ച ക്യാമ്പുകൾക്ക് നെഹ്റു പേരിട്ടത് പെർമനൻറ്റ് ലയബിലിറ്റി ക്യാമ്പ് നമ്പർ 1, നമ്പർ 2, നമ്പർ 3. സ്ഥിരബാധ്യത, പെർമനൻറ്റ് ലയബിലിറ്റി, സ്ഥിരമായ ബാധ്യത, തലവേദന, പണ്ടാരൊക്കെ. എത്ര അപമാനകരമായ പേരിടില്ല. അതായിരുന്നു നെഹ്റുവിൻ്റെ മനസ്സിൽ. അങ്ങനെയാണ് ഈ നമ്മളുടെ എനിമി പ്രോപ്പർട്ടി അഥവാ വെസ്റ്റഡ് പ്രോപ്പർട്ടി ആക്ട് എന്ന് പറയും. അതായത് ഇവിടെ മുസ്ലിങ്ങൾ ഇട്ടിട്ട് പോയ വീട്, പറമ്പ്, ഇതൊക്കെ അവർ പാകിസ്ഥാനിലേക്ക് പോയി, എനിമി പ്രോപ്പർട്ടിയാണ്, കിഴക്കൻ പാകിസ്ഥാനിലേക്ക് പോയി. ഈ പ്രോപ്പർട്ടി കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും വരുന്ന ഹിന്ദുക്കൾക്ക് കൊടുക്കണം എന്നുള്ള ധാരണയിലായിരുന്നു. കാരണം പ്രോപ്പർട്ടി വെറുതെ കിടക്കുന്നു, അവർ ഉപേക്ഷിച്ച് പോയല്ലോ. ഹിന്ദുക്കൾ അവിടെ ഉപേക്ഷിച്ച പ്രോപ്പർട്ടി ഉണ്ട്, അത് ഇവിടെ നിന്ന് പോയ മുസ്ലിങ്ങൾക്കും കൊടുക്കും, ഇതായിരുന്നു ധാരണ. അവരത് കൊടുത്തു. ഇവിടെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇവിടെ ഹിന്ദുക്കൾക്ക് കൊടുത്തില്ല. അതാണ് വഖഫ്. 1954 വഖഫ് ആക്ട് ഉണ്ടാവുന്നത് ഈ എനിമി പ്രോപ്പർട്ടി മുസ്ലിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റു ഇറക്കി. അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ വഖഫ് പ്രോപ്പർട്ടി ഉണ്ട്, വഖഫ് ആക്ട് ഇല്ല. വഖഫ് പ്രോപ്പർട്ടി ഉണ്ട്. വഖഫ് എന്ന് പറയുന്നത് ഈശ്വരന് ദാനം ചെയ്യുന്ന സമ്പ്രദായം ലോകത്തെ എല്ലാ മുസ്ലിമിനും ഉണ്ട്, ഇന്ത്യയിൽ മാത്രമല്ല. ഇന്ത്യയിലെ പോലെ അവിടെ ഒന്നുമില്ല. പക്ഷെ അവിടെയൊന്നും വഖഫ് ബോർഡില്ല, വഖഫ് നിയമമില്ല, ഒന്നുമില്ല. നമ്മൾ ഗുരുവായൂരപ്പന് കാണിക്കയിടുന്ന പോലെ മുസ്ലിം അവൻ്റെ പ്രോപ്പർട്ടി, ഇപ്പോൾ തിരുപ്പതിക്ക് ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്. തിരുപ്പതിയുടെ പ്രോപ്പർട്ടി തിരുനെൽവേലിയിൽ, ശിവഗംഗയിൽ, അവിടെ ഇവിടെയൊക്കെ 30 സെൻറ്റ് 40 സെൻറ്റ് കിടപ്പുണ്ട്. ചെന്നൈ ടൗണിലുണ്ട് 12 സെൻറ്റ് 7 സെൻറ്റ് ഒക്കെ. ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, കുടുംബത്തിൽ ഈ പലരും അനാഥമായി പോകില്ല കുടുംബം. ചിലപ്പോൾ എല്ലാവരും കൂടെ റഷ്യയിൽ, ഇംഗ്ലണ്ടിലൊക്കെ കുടിയേറി, ഇവിടെ ഈ 7 സെൻറ്റ് നോക്കാനും ചോദിക്കാനും ആരുമില്ല. അവസാനം ഈ വയസ്സായ അച്ഛനെന്ത് ചെയ്യും, ഇത് തിരുപ്പതി ഭഗവാന് ദാനം ചെയ്യും, എഴുതി വയ്ക്കും വിൽപത്രത്തിൽ, ഇത് തിരുപ്പതി. അപ്പോൾ ഇത് തിരുപ്പതി ദേവസ്ഥാനത്തിൻ്റെ കീഴിലുള്ള 7 സെൻറ്റായി TTD. ഈ 7 സെൻറ്റ് ആര് പരിപാലിക്കും? ഏത് നിമിഷവും കയ്യേറപ്പെടാവുന്ന. പിന്നെ 30 സെൻറ്റ് ഉണ്ട്, അവിടെ ചെറിയൊരു സത്രം ഉണ്ട്, ഫ്രീ സത്രം ആണ്. ആര് വന്ന് താമസിക്കാൻ ഇപ്പോൾ ഫ്രീ സത്രത്തിൽ? 2 സ്റ്റാർ ഹോട്ടലിൽ പോലും താമസിക്കുന്നില്ല ആൾക്കാർ. അപ്പോഴാണ് ഈ പഴയ സത്രം, കരിങ്കല്ലുകൊണ്ട് ഒക്കെ ഉള്ളത്. കഴിഞ്ഞ വർഷം TTD ഇത് ഡിസ്പോസ് ചെയ്യാൻ തീരുമാനിച്ചു. അവരുടെ ഒരു 6 പീസ് ഓഫ് ലാൻഡ് അവിടെ കിടന്നത്. ഓയ്യോ, അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഹിന്ദുക്കളെല്ലാം കൂടെ തെറി വിളിച്ച് ബഹളമൊക്കെ കൂട്ടി ഭഗവാന്റെ ഭൂമി വിറ്റുകളയുന്നു, ദണ്ണം ഉണ്ടോടാ നിനക്കൊക്കെ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളിനോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, മോഹൻദാസ് ഇത് എന്ത് ചെയ്യാനാണ്? തിരുനെൽവേലിയിൽ 30 സെൻറ്റ്, തിരുവണ്ണാമലയിൽ 3 സെൻറ്റ്, ഇങ്ങനെയൊക്കെ ആൾക്കാർ ദാനം ചെയ്തിരിക്കുന്നു TTDക്ക്, ഭഗവാന് ദാനം ചെയ്ത. അപ്പോൾ ഇത് നോക്കാനായിട്ട് ഇത് കൂടുതൽ കാശാകുന്നേ.
അപ്പോൾ ഇത് ഡിസ്പോസ് ചെയ്യാം അവിടെ കിടക്കുന്ന കഷ്ണങ്ങൾ. അത് സമ്മതിക്കുന്നില്ല. മുഖ്യമന്ത്രി രാത്രിക്ക് രാത്രി വിളിച്ചു പറഞ്ഞു, എന്താണോ വസ്തു വിൽക്കാമോ സാറേ, ഇങ്ങനെയാണ്, എന്താണെങ്കിലും ശരി അത് വിൽക്കണ്ട ഇപ്പം എന്ന് പറഞ്ഞു. അത് സ്റ്റോൾ ചെയ്തു. അപ്പോൾ ഇതുപോലെ മുസ്ലിങ്ങൾ ചെയ്യുന്നു, അവരുടെ വസ്തു അവർ അള്ളാഹുവിന് മാറ്റിവെക്കുന്നു. അത് വേണ്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഭക്തി കൊണ്ടോ ഒക്കെ പലവിധ കാരണങ്ങൾ കൊണ്ടാണ് ഭഗവാന് കൊടുക്കുന്നത്. പലപ്പോഴും കുടുംബ വഴക്ക് തീർക്കാൻ ആർക്കും ദൈവത്തിനിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യും. എന്തുവായിക്കോട്ടെ ചെയ്തു. ഈ ചെയ്ത ഭൂമിക്കാണ് ഈ ബോർഡ്, ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സംഗതിയൊക്കെ ഉള്ളത്. ഇത് പാവങ്ങൾക്കാണ് എന്നാണ് സങ്കല്പം. പക്ഷേ പാവങ്ങൾക്കൊന്നും കൊടുക്കില്ല, അത് പിന്നെയും പണക്കാരുടെ കയ്യിലിരിക്കും. ഏറ്റവും അധികം വഖഫ് ഭൂമി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഉസ്താദ് ഹൈദരാബാദിലെ ഒവൈസി. അങ്ങേരുടെ സ്വത്ത് കൂടുതലും. അല്ല, അങ്ങേരുടെ ഒരു പ്രസംഗം കണ്ടു രുചി. അതായത് ഈ ബില്ല് ഭേദഗതി പാസ്സായാൽ നമ്മുടെ പക്കലുള്ള 1 ലക്ഷത്തോളം പ്രോപ്പർട്ടീസ് പോകും. അത് കാരണം അതിന് ഡോക്യുമെൻ്റ് ഇല്ലെന്ന്. ഇല്ല, അങ്ങനെ പറഞ്ഞു. ഉത്തർപ്രദേശിൽ 1,21,000 ഇത് പ്ലോട്ടുണ്ട് വഖഫിൻ്റെ കയ്യിൽ. അതിൽ 1,10,000-നും ഒരു ഡോക്യുമെൻറ്റും ഇല്ല. ഇപ്പോൾ 11,000-ന് മാത്രമേ ഡോക്യുമെൻ്റ് ഉള്ളൂ. അപ്പോൾ ഈ 1/10 പോകും എന്നുള്ളതാണ് ആശാൻ്റെ ആശങ്ക എന്ന് അങ്ങനെ പ്രസംഗിച്ചു. ഞാനെപ്പോഴാണ് കണക്കറിയുന്നത്. ഒവൈസി പ്രസംഗിച്ചതാണ്. ഒവൈസിയുടെ ഹൈദരാബാദിലെ കണക്ക് പുള്ളി പറയുന്നുമില്ല. അപ്പോൾ ഇതൊക്കെ അപ്പോൾ നമുക്ക് കമ്മിങ് ബാക്ക് ടു അവർ ബംഗ്ലാദേശ് ഒറിജിനൽ പോയിൻ്റ്, ബംഗ്ലാദേശ് ഈ ഷെയ്ഖ് ഹസീനയെ പിടിച്ചെടുക്കാം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇപ്പോൾ ബംഗ്ലാദേശിലെ കുഴപ്പങ്ങൾ മറച്ചു വയ്ക്കാനായിട്ട് ഈ ഒരു കേസോ കൂട്ടമോ മുഹമ്മദ് യൂനിസിന് ഉപയോഗിക്കാം. അതുപോലും അധിക ദിവസം നീണ്ടു നിൽക്കില്ല. കാരണം ICJയിലെ പ്രൊസീഡിങ്സ് ഒന്നും പെട്ടെന്നൊന്നും തീരുന്നതല്ല. പക്ഷേ ഒരു ഇന്ത്യ വിരുദ്ധ വികാരം അവിടെ ഉണ്ടാക്കാൻ സഹായിക്കും. അത് സഹായിക്കും. ഇന്ത്യ വിരുദ്ധ വികാരം അല്ലെങ്കിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അവർ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധനം നീക്കി അവർ രംഗത്ത് വന്നു. മറ്റേ ISIS രംഗത്ത് വന്നു. ഇവരെല്ലാം ഇപ്പോൾ രംഗത്തുണ്ട്. ഇനിയിപ്പോൾ ഇന്ത്യ വിരുദ്ധ വികാരം പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. മുഹമ്മദ് യൂനിസിൻ്റെ കസേര പോയാൽ നോക്കിയാൽ മതി. അല്ല, നമുക്ക് ബംഗ്ലാദേശ് നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യമാണ്. മറ്റ് രാജ്യങ്ങൾക്ക് അവിടെ പല താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ബംഗ്ലാദേശ് ഇങ്ങനെ ഹോസ്റ്റലായിട്ട് നിന്നാൽ നമുക്കത് ദോഷമല്ലേ? നമുക്ക് ദോഷമാണ്. നമുക്ക് ദോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ബംഗ്ലാദേശിൽ ഈ അട്ടിമറി അമേരിക്ക നടത്തിയത്. അമേരിക്കയെ സംബന്ധിച്ചോളം നമ്മുടെ തൊട്ടടുത്ത് ഒരു പാലസ്തീൻ ഗസ ടൈപ്പ് ഒരു സാധനം ഉണ്ടാവണം ഇന്ത്യയുടെ ഉറക്കം കെടുത്താൻ. ഞാനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംശയം ടീച്ചർ ചോദിക്കാം. നമ്മുടെ ഒരുപാട് പ്രേക്ഷകർക്കുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള പല രാജ്യങ്ങളെയും ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നു വിദേശ രാജ്യങ്ങൾ. എന്നിട്ട് ഇന്ത്യ വികാര ഒരു ആറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതേ പണി കൊച്ചു കൊച്ചു രാജ്യങ്ങളാണ്. മാൽദീവ്സ്, ശ്രീലങ്ക, അല്ല ഇപ്പോൾ നേപ്പാൾ, ഇപ്പോൾ ബംഗ്ലാദേശ്. ഇവിടെ നമുക്കും ചെയ്തുകൂടെ? നമുക്ക് താല്പര്യമുള്ളൊരു സർക്കാരിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ റിസൾട്ട് കാണുന്നില്ലല്ലോ. എങ്ങനെയാണ് മാലദ്വീപ്സിൻ്റെ നിലപാട് മാറിയത്? മൊയ്സു ഇങ്ങോട്ട് വരാൻ നോക്കിയിരിക്കും. അപ്പോൾ വന്നു മൊയ്സു. അത് കൂടാതെ ഒരു 20,000 2 ലക്ഷമോ അങ്ങനെ എന്തോ ഒരു ഇത് പറഞ്ഞിരുന്നു. ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനും പിടിക്കാനും ഒക്കെ ആയിട്ട് ഇന്ത്യക്ക് ഇതിൽ എന്താ ലീസിന് കൊടുക്കാവുന്ന ദ്വീപുകൾ 24 ദ്വീപുകൾ കൊടുത്തു. മൊയ്സു അത് കൊടുത്തു കഴിഞ്ഞു. എങ്ങനെ മൊയ്സു മാറി? എന്താ ഇപ്പോൾ പാകിസ്ഥാൻ നമ്മളെ ചൊറിയാത്തത്? അപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കരുത്. ഈ നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റൈലുണ്ട്. മോദിയോട് ചോദിക്കുക, എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും പറയും ഞങ്ങൾക്കൊരു പക്ഷമുണ്ട്, അത് സമാധാനത്തിൻ്റെ പക്ഷമാണ്. സമാധാനത്തിൻ്റെ പക്ഷമൊന്നുമില്ല, നമുക്കുള്ളത് നമ്മുടെ പക്ഷമാണ്. ആ പക്ഷം സംരക്ഷിക്കാനാണ് ഈ കാരണവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നത്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇസ്രായേലിൻ്റെ യുദ്ധം നമ്പർ 1 ആയി. ലോകശ്രദ്ധ മുഴുവൻ അങ്ങോട്ടായി. ഉക്രൈനെ ആരും ശ്രദ്ധിക്കാതായി. അപ്പോൾ ഉക്രൈൻ ഇപ്പം ഞാൻ ഒറ്റയ്ക്കായി, എനിക്കാരുമില്ല, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, ഞാൻ പത്രത്തിൻ്റെ 32-ാം പേജിൽ 42-ാം കോളത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സെലൻസ്കിക്ക് ബോധ്യം വന്നു. മോദിയെ വിളിച്ചു പോലും, ചേട്ടാ ഒന്ന് ഇടപെട്ട് ഇതൊന്ന് തീർക്കണം എന്നൊക്കെ പറഞ്ഞു. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചിത്രത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആരും നോക്കില്ല. അപ്പോൾ അതിൻ്റെ പരിഭ്രമത്തിലാണ് സെലൻസ്കിയുടെ ആ അഹങ്കാരമൊക്കെ മാറിയിട്ട് മോദിയെ വിളിച്ചു. ഇത് മോദിക്കും അറിയാം. പലരും വിചാരിച്ചു, കണ്ടോ മോദിയുടെ പ്രഭ, ഒന്നുമല്ല, അവന് ഗതികളായപ്പോൾ അവൻ വന്നതാണ്. ഇത് മോദിക്ക് നന്നായിട്ടറിയാം.
അതുകൊണ്ട് മോദി ഇങ്ങനെ തളഞ്ഞ് നോക്കട്ടെ, ഞാൻ പറഞ്ഞു നോക്കാം. മറ്റേ പുള്ളി ഇച്ചിരി ടഫാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ നിൽക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളോട് പറഞ്ഞാൽ അയാൾ കേൾക്കൂല്ലെന്ന് നമുക്ക് ഉറപ്പില്ല, പറഞ്ഞ വാക്കിന് വിലയുണ്ടാവുന്നുണ്ട്. അതെ അതെ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ താല്പര്യം സംരക്ഷിക്കാനായിട്ട് കളിക്കുന്നു. പലരും പറയും ഇന്ത്യക്കൊരു നിലപാടില്ല. പാലസ്തീൻ പ്രസിഡന്റിനെ കണ്ടപ്പോൾ പുള്ളിയെ കെട്ടിപ്പിടിച്ചു, ഇപ്പുറത്തുകൂടെ ഇസ്രായേലിന് ആയുധവും കൊടുക്കുന്നു. ഇതെന്തൊരു നിലപാടില്ലായ്മയാണ്. വാസ്തവത്തിൽ നിലപാടില്ലായ്മയാണ് നമ്മുടെ നിലപാട്. അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതല്ലാതെ ഇവന് വേണ്ടി പ്രാണം കളയുന്ന കാര്യമില്ല. നമുക്ക് എന്താ പൂർവ്വദേശത്ത് ധർമ്മം നിലനിർത്താൻ നമുക്കിവിടെ കഞ്ഞി കുടിക്കാൻ ഇല്ല, അപ്പോഴാണ് പലയിടത്തും പോയിട്ട് ധർമ്മം നിലനിർത്താൻ പോകുന്നത്. ഇതൊന്നും നല്ല പ്രിൻസിപ്പിളല്ല. അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ താല്പര്യം നോക്കുക എന്നുള്ളതാണ് തൽക്കാലം നമ്മുടെ പ്രിൻസിപ്പിൾ. അല്ല, നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ ഈ പാവ യൂനുസിനെ അട്ടിമറിച്ച് നമുക്ക് താല്പര്യമുള്ള ഒരു സർക്കാർ അവിടെ വരത്തില്ലേ? അങ്ങനെ നമ്മൾ ചെയ്യില്ല. സർക്കാരുകളുടെ ഈ റെജീം ചേഞ്ച് എന്ന് പറയുന്ന ഒരു കളിയിലേക്ക് നമ്മൾ പോയിട്ടില്ല. അതിന് അതിൻ്റേതായ ഒരു തലവേദനയുണ്ട്. ഇപ്പോൾ അമേരിക്ക റെജീം ചേഞ്ച് നടത്തി ബംഗ്ലാദേശിൽ. പക്ഷേ സംഗതി അമേരിക്കയുടെ കയ്യിൽ നിന്നില്ല, അത് ഇസ്ലാമിക തീവ്രവാദികളുടെ കയ്യിലേക്ക് പോയി. അമേരിക്ക സെൻറ്റ് മാർട്ടിൻ ഐലൻഡ്സ് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രശ്നം തുടങ്ങിയത്. സെൻറ്റ് മാർട്ടിൻ ഐലൻഡും ഇല്ല, ബംഗ്ലാദേശ് കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ കുറഞ്ഞത് 10-15 വർഷം അമേരിക്കയ്ക്ക് പണിയെടുത്തിട്ട് വേണം ബംഗ്ലാദേശിനെ തിരിച്ച് കൊണ്ടുവരാൻ. അതെങ്ങനെയാവും എന്നറിയില്ല. ഇത് അമേരിക്ക നോക്ക്, അഫ്ഗാനിസ്ഥാനിൽ ഇതേ കളി കളിച്ചു, അവസാനം ഇട്ടിട്ട് പോയി അഫ്ഗാനിസ്ഥാനിൽ. ഇല്ല, ഓടേണ്ടി വന്നു എന്നല്ല, ഈ തലവേദന മുതലാവില്ല, പോരാടാൻ ഇങ്ങോട്ട് വന്നു. അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ട് നീ പോയില്ല. ഇറാഖിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ കണ്ടുപിടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കിളച്ചു മറിച്ച് ഇറാഖ് സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നു, എന്തോ മഹാകാര്യം ചെയ്യുന്ന പോലെയൊക്കെ. ഒടുവിൽ എന്ത് സംഭവിച്ചു? ഒന്നുമില്ല, അമേരിക്ക ഇറാഖിനെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇത്തരം കളി കളിക്കുന്ന തരം അധാർമികതയിലേക്ക് നമ്മൾ പോയിട്ടില്ല, പോകാനും പാടില്ല. നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ പോലും പോകാനും പാടില്ല. ഭാരതം എപ്പോഴും ചെയ്തിരിക്കുന്നത് നമ്മളുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള കളികൾ നമ്മൾ കളിക്കും. അല്ലാതെ വെറുതെ ഇരിക്കുന്നവനെ ഉരുട്ടിയിട്ട് നമ്മുടെ ആളിനെ അവിടെ വെച്ചിട്ട് അവൻ വഴി അവിടെ ഭരിക്കുക, അവിടെ നിന്ന് കാശ് കൊള്ളയടിക്കുക, ആ പണിക്ക് നമ്മൾ പോകാനും പാടില്ല. യൂനിസോട് ഇങ്ങനെയൊന്നും പറയാതെ കുറച്ചുകൂടെ ഹാർഷായിട്ട് സംസാരിച്ചൂടെ? എന്തിന് ഹാർഷായിട്ട് സംസാരിക്കണം? ഡോക്ടർ ജയശങ്കർ പലപ്പോഴും പറയാറുണ്ട്, ചെയ്യാനുള്ളത് ചെയ്താൽ പോരെ, അതങ്ങോട്ട് പറയണമെന്ന് ഇത്ര വാശി എന്താ? അപ്പോൾ ബംഗ്ലാദേശിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും, നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവാം, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ എണ്ണം വളരെ കുറവാണ്. ഢാക്കയിൽ ഹിന്ദുക്കളുടെ വലിയൊരു പ്രതിഷേധം നടന്നു. വൈ 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 ഇതായിരുന്നു മുദ്രാവാക്യം. വൈക്ക് തുല്യമായ ബംഗാളി വാക്കാണ് അവർ ഉപയോഗിച്ചത്. ആ വാക്ക് എനിക്ക് ഓർമ്മയില്ല. ബട്ട് ചോദ്യം ഇതാണ്, വൈ 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 ഇതാണ്. ഇതിൻ്റെ സംഗതി 33% നിന്ന് ഞങ്ങൾ 9% എത്തി. എന്തുകൊണ്ട്, എങ്ങനെ, എന്തുകൊണ്ട് ഞങ്ങളുടെ എണ്ണം കുറയുന്നു? ഇതിന് ബംഗ്ലാദേശിൻ്റെ അധികാരികൾ സമാധാനം പറയണം. ബാക്കി അഡീഷണൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ബേസിക്കായിട്ട് എടുത്തത് ഞങ്ങളുടെ ജനസംഖ്യ കുറയുന്നു, എങ്ങനെ? അതാണ് ഇത് ഉണ്ടായതെങ്ങനെയാണ്? ഹിന്ദുക്കളുടെ സാധാരണ സ്വഭാവം അനുസരിച്ച് കെട്ടിവലിച്ചാലല്ലാതെ ഒരു ജാഥയ്ക്ക് 10 ആളെ കിട്ടില്ല. എങ്ങനെ അത്ര വലിയ ആൾക്കൂട്ടം അവിടെ ഉണ്ടായി? കുത്തി ഇളക്കിയിട്ടുണ്ടാരോ? മറാഠിയിലൊരു ചൊല്ലുണ്ട്, കറത് വീണ ഹോത്ത് നഹി. ആരെങ്കിലും ചെയ്യാതെ എന്തെങ്കിലും സംഭവിക്കുന്നില്ല. അപ്പം ഇതാര് ചെയ്തു എന്ന് ആലോചിച്ചാൽ മതി. ചെയ്തത് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരുപാട് ഉത്തരം കിട്ടും. ചെയ്തത് നമ്മളാണ്, നമ്മൾ ഓർഗനൈസ് ചെയ്ത റാലിയാണ്. ഇനിയും നമ്മൾ വിചാരിച്ചാൽ അത് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അതോടെയാണ് മുഹമ്മദ് യൂനിസ് തണുത്തതും ഢാക്കേശ്വരി ക്ഷേത്രത്തിൽ പോയതും ഇല്ല ന്യൂനപക്ഷങ്ങൾക്ക് ഞാൻ എല്ലാ സംരക്ഷണവും തരുമെന്ന് പറഞ്ഞതും ഒക്കെ. അതേ തുടർന്ന് നമ്മൾ ചെയ്തത് ക്ലീനായിട്ട് നമ്മളുടെ എംബസി അങ്ങ് ക്ലോസ് ചെയ്തു. ആർക്കും വിസ കൊടുക്കുന്നില്ല. വിസ കൊടുക്കാനായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത പാസ്പോർട്ട് ഞങ്ങളുടെ കൗണ്ടറിൽ വന്ന് വാങ്ങിച്ചോളണം. അതിനൊരാളെ ഇരുത്തിയിട്ടുണ്ട്. അയാൾ നാളെ വൈകുന്നേരം വരെ ഉണ്ടാകും, അതുവരെ പാസ്പോർട്ട് തിരിച്ച് വാങ്ങിച്ചോളണം. വി ക്ലോസ്ഡ് അവർ എംബസി. വി സെഡ് വി ആർ നോട്ട് ടേക്കിംഗ് എ സിംഗിൾ പേഴ്സൺ. നമ്മളുടെ അതിർത്തി സീൽ ചെയ്തിരിക്കുകയാണ്.
വാർ ഫുട്ടിങ്ങിൽ അതിർത്തിയിലുള്ള ഗ്യാപ്പുകളിലെല്ലാം കമ്പിവേലി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സകല പ്രിപ്പറേഷനും കഴിയുമ്പോൾ ദെൻ യു സീ വാട്ട് ഇന്ത്യ ഡസ്. അതിന് നമുക്ക് കാത്തിരിക്കാം. അല്ലേ, ഇതൊക്കെ ഈ വെറുതെ ചാടിക്കറി ഓരോന്നും ചെയ്തിട്ട് നിരപരാധികളായ ആളുകൾ മരിച്ചു പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ഇസ്രായേൽ പോലും നോക്ക്, ഗാസയിലെ അവരുടെ ഓപ്പറേഷനിൽ അവർക്ക് തന്നെ ഒരുപാട് സിവിലിയൻസിനെ കൊല്ലേണ്ടി വന്നു. ബട്ട് ഹിസ്ബുള്ളയെ അവർ എന്ത് ചെയ്തു? സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്തില്ല, പേജർ വഴി അറ്റാക്ക് ചെയ്ത് കറക്റ്റ് ഹിസ്ബുള്ള കമാൻഡേഴ്സിനെ മാത്രം കൊന്നു. ലെബനനിൽ അവർ 8 ലക്ഷം ലഘുലേഖ അടിച്ച് വിമാനത്തിൽ വിതരണം ചെയ്തു. അവർ പറഞ്ഞു ഹ്യൂമൻ ഷീൽഡായിട്ട് നിങ്ങൾ നിൽക്കരുത്, ജീവനിൽ കൊതിയുള്ള ഒരു സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. ആ ഒറ്റ ദിവസം തന്നെ 1.25 ലക്ഷം ലെബനീസ് ലെബനൻ്റെ ഉള്ളിലേക്ക്, വടക്കൻ ലെബനിലേക്ക് പലായനം ചെയ്തു. ഇപ്പോൾ ഹിസ്ബുള്ള ഒഴിച്ച് വേറെ ആരും ആ ഏരിയയിൽ അവിടെ ഇല്ല. ഒന്നാമത് ലെബനും ഇസ്രായേലും തമ്മിൽ ഒരു നോമാൻസ് ലാൻഡ് ഉണ്ട്. ഒരു 40 കിലോമീറ്റർ നീളത്തിൽ രണ്ടുപേരും കയറാത്ത സ്ഥലമുണ്ട്. ഇപ്പോൾ ആ അതിർത്തിയിൽ കൊണ്ടുപോയിട്ട് ഇസ്രായേൽ കവചിത വാഹനങ്ങൾ നിരത്തിയിരിക്കുകയാണ് കരയുദ്ധം തുടങ്ങാനായിട്ട്. ഇപ്പം ഇങ്ങനെ ഇസ്രായേൽ പോലും സിവിലിയൻ ഡെത്ത് കുറയ്ക്കുമ്പോൾ നമ്മൾ സിവിലിയൻ ഡെത്ത് കൂട്ടുന്ന ഒരു പരിപാടിയിലേക്ക് പോവില്ല. വളരെ സ്ട്രാറ്റജിക്കായിട്ട് ശരി അവിടെ ഉണ്ടായി. അപ്പോൾ ശരി, നമ്മൾ എംബസി ക്ലോസ് ആരെയും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ, മുഹമ്മദ് യൂനിസ് ഹാൻഡിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അവിടുത്തെ ബംഗ്ലാദേശി ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് വരാനായിട്ട് മുട്ടി നിൽക്കുകയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഒരാൾ പരിഭ്രമിച്ച് കുവൈറ്റിൽ നിന്നാണ് വിളിച്ചത്. അയാളുടെ ഒരു സുഹൃത്ത് കുവൈറ്റിലുണ്ട്, അയാളുടെ കുടുംബം ബംഗ്ലാദേശിലുണ്ട്. അവർക്ക് എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്ക് കടക്കണം, എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു അഡ്രസ്സ് തരാം. അഡ്രസ്സ് അവിടെ ബംഗ്ലാദേശിലെ അഡ്രസ്സ്. പിന്നെ അയാൾ ഇതുവരെ വിളിച്ചിട്ടില്ല. ഞാൻ രാത്രി അയാൾ അങ്ങോട്ട് വിളിച്ചു, അയാളെടുത്തു. ഞാൻ പറഞ്ഞു അഡ്രസ്സ് കിട്ടിയില്ലല്ലോ. അല്ല സാറേ, അത് ചോദിച്ചപ്പോഴേ അവർ വരണോ വേണ്ടതെന്ന് ആലോചിക്കുകയാണ്. ഞാൻ പറഞ്ഞു ശരി, ആലോചിക്കാൻ പറഞ്ഞു. കാര്യം എന്താണെന്നറിയാമോ, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇപ്പോൾ പഴയ പോലെ പേടിച്ചോടുന്നില്ല. ദേ ആർ പ്രിപ്പയർഡ് ടു ഫൈറ്റ്. ഈ ഫൈറ്റ് ചെയ്യാനുള്ള ആത്മവിശ്വാസം അവർക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഭാരതത്തിൽ നിന്നാണ്. നീ അവിടെ തന്നെ നിൽക്കടാ, ഞാൻ നോക്കിക്കോളാം. എന്നാൽ ശരി. അപ്പോൾ അവരും ഒരു ലിമിറ്റെത്തി ഒരുപാട് അവർ സഹിച്ചു. ഭിത്തിയോട് ചേർന്നു. അതുകൊണ്ട് അവർ തിരിച്ചടിക്കാൻ തയ്യാറാണ്. അപ്പോൾ അത് ഇനി ഇങ്ങനെ എപ്പോഴും നമ്മുടെ കാൽക്കുലേഷൻ കറക്റ്റ് ആവണമെന്നില്ല, പലപ്പോഴും പാളിപ്പോയി എന്നും വരാം. അപ്പോൾ ഏതായാലും ആസ് ഓഫ് നൗ നമ്മൾ നമ്മുടെ ബംഗ്ലാദേശ് ഹാൻഡ്ലിങ് വളരെ നന്നായിട്ടാണ് പോകുന്നത്. ഹസീനയെ നമ്മൾ വിട്ടുകൊടുക്കാനും പോണില്ല. ഹസീന വിട്ടുകൊടുക്കും. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തന്നെ താമസിക്കും. ഒരുപാട് പ്രായവുമായി, സുഖമില്ലാതെയാകും, ആശുപത്രിയിലാകും. ഈ ആശുപത്രിയിലായ ആളിനെ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അവിടെ നിന്ന് ചികിത്സിക്കാനായിട്ട് ഏറ്റവും അധികം വിസ എന്തിനാണെന്നറിയാമോ? ബംഗ്ലാദേശിന് ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. മാലദ്വീപിൽ നിന്ന് ഇവിടെ വരുന്നത് എന്തിനാ? ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. ശ്രീലങ്കയിൽ നിന്ന് വരുന്നത് എന്തിനാ? ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. ആശുപത്രിയില്ല അവിടെ. അതുകൊണ്ട് പാരസെറ്റമോളും ഇതുമൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുകയാണ്. എന്തെങ്കിലും കാര്യമായ ചികിത്സ കിട്ടണമെങ്കിൽ തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിലെങ്കിലും മാറണം, എങ്കിലേ ചികിത്സയുള്ളൂ. അപ്പോൾ ഈ ഷെയ്ഖ് ഹസീനെ ഈ അവസ്ഥയിൽ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് വിടാൻ പറ്റുമോ? പറ്റില്ല. ഷീ വിൽ ബി ഹിയർ. അത് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.